ഇവിടെ മിക്കവാറും ആർക്കും ബീൻസ് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമല്ല. അപ്പോൾ ഫ്രിഡ്ജിലിരിക്കുന്ന ബീൻസ് എങ്ങനെ തീർക്കുന്ന ആലോചിച്ച് ഫ്രിഡ്ജ് തുറന്നപ്പോൾ ദേ കിടക്കുന്നു കുറച്ച് മുട്ട. എന്നാൽ പിന്നെ ബീൻസും മുട്ടയും തട്ടിക്കൂട്ടി ഒരു പുതിയ ഉപ്പേരി അങ്ങ് ഉണ്ടാക്കാമെന്ന് ഞാനും വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള സവാള ചേർത്ത് കൊടുക്കുക. സവാള ഒന്ന് പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെ എന്തോ ഒരു പൊടി, അതാണ് ഞാൻ ചേർത്തത്. ഞാൻ സാധാരണ ഇങ്ങനെ പൊടികളൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് അങ്ങ് എടുത്ത് ചേർക്കുകയാണ്. അത് ഇന്ന പൊടി ചേർക്കണം എന്നൊന്നുമില്ല, ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് അങ്ങ് ചേർക്കും. ആ എന്തോ ഒരു പൊടി മല്ലിപ്പൊടിയാണെന്ന് തോന്നുന്നു. അതെ, മല്ലിപ്പൊടിയാണ്. ആ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഇത് മൂന്നും ചേർത്ത് ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഒരു 2-3 മിനിറ്റ് കൊണ്ട് പൊടികളുടെ പച്ചമണമൊക്കെ മാറി കിട്ടും. അതുവരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം നമ്മുടെ കഥയിലെ പ്രധാന ആള്, അതെ, ബീൻസിനെ ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിയണ ബീൻസ് ആയിരിക്കും നല്ലത്, പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടാനും അതുപോലെ തന്നെ പെട്ടെന്ന് വേവാനും ചെറുതായിട്ട് അരിയണ ബീൻസാണ് നല്ലത്. അപ്പോൾ മാക്സിമം ചെറുതായിട്ട് ബീൻസ് അരിയുക. എന്നിട്ട് ഇവന്മാരൊക്കെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടി കുറച്ച് ഒരു പൊടിക്ക് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് വെച്ച് ഇളക്കിയതിന് ശേഷം മൂടി വെക്കുക. ഒരു 15 to 20 മിനിറ്റ് വേണം മൂടി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബീൻസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് തേങ്ങയാണ്. ഒരു 2-3 സ്പൂൺ തേങ്ങയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കുക. ഈ തേങ്ങയും ബീൻസും ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് എടുക്കും. അതുവരെ ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ നമ്മുടെ ബീൻസും തേങ്ങയൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളിൽ അടുത്തത് മുട്ട. അതെ, മുട്ടേനെ നമ്മൾ പൊട്ടിച്ചിടുക. ഞാൻ 2 മുട്ടയാണ് യൂസ് ചെയ്യുന്നത്. 2 മുട്ട പൊട്ടിച്ചിട്ടതിന് ശേഷം ബീൻസും മുട്ടയും രണ്ടും കൂടെ ഒന്ന് സെറ്റായിട്ട് വരട്ടെ. ഏകദേശം ഒരു 2-3 മിനിറ്റത്തെ യുദ്ധത്തിനൊടുവിൽ അവന്മാർ സെറ്റായി, കൂടെ ഞാനും ഹാപ്പിയായി. കാരണം നല്ല റെസിപ്പിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി വീട്ടിൽ ബീൻസൊക്കെ ഇരുന്ന് വേസ്റ്റായി പോകുമെന്ന് പേടിയുള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മുട്ടയും ബീൻസും കൂടെ മിക്സ് ചെയ്തപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതിലും നല്ല കിടിലനൊരു റെസിപ്പിയാണ് കിട്ടിയത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.